ഇത് കിട്ടിയത് അമ്മയിൽ നിന്നാണെന്ന് ചേച്ചി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതെ. പക്ഷേ സീമാജി നായർ എന്ന് പറയുന്ന നടിയും സാമൂഹ്യ പ്രവർത്തി ഇത്രമേൽ ഫ്ലറിഷ് ചെയ്യുന്ന കാണാൻ അമ്മ ഉണ്ടായിരുന്നില്ല. എങ്കിലും അമ്മ വേണ്ടാന്ന് പറഞ്ഞ അഭിനയ രംഗത്തേക്ക് ചേച്ചി വന്ന് ഒരു മികച്ച നടിയാവുന്ന അന്ന് അമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? മികച്ച നടി സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അല്ലാതെ അമ്മ എന്നോട് ഭയങ്കര അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് അഭിനയം എന്ന് പറഞ്ഞാൽ ബിഹേവ് ചെയ്യുകയാണ്, പെരുമാറുക, നല്ല രീതിയിൽ പെരുമാറുക, അല്ലാതെ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ അഭിനയത്തിന്റെ ആ ഒരു സ്റ്റൈല് തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. അമ്മ അവാർഡ് നേടിയ അതെ, സ്റ്റേറ്റ് അവാർഡായിരുന്നു അമ്മയ്ക്കും കിട്ടിയ, അസാധ്യ നടിയായിരുന്നു അമ്മ. അപ്പം അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനും അമ്മയും നാടകരംഗത്ത് നിന്ന് മാറി നിന്നു. അപ്പോൾ 1 വർഷം മാറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വർഷത്തെ നാടകം അടുത്ത വർഷമാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അമ്പിളി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എനിക്ക് പകരം വന്നത്. ആ കുട്ടി തന്നെയാണ് അഭിനയിക്കാനും ഇരുന്നത്. പക്ഷേ അവർ റിഹേഴ്സൽ നടത്തിയപ്പോൾ മനസ്സിലായി അവരുടെ കൈക്കകത്ത് ഈ കഥാപാത്രം നിൽക്കില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാനും നമ്മുടെ പ്രേംകുമാറും കൂടി മനസ്സാ വാച എന്നും പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം അങ്കമാലി ചെയ്യുക. ആ അങ്കമാലി ചെയ്യുന്നിടത്താണ് ഞങ്ങളുടെ ഉടമസ്ഥൻ സതീഷ് ചേട്ടൻ്റെ ലെറ്ററുമായിട്ട് ബാലൻ ചേട്ടൻ വരുന്നത്. വന്നിട്ട് ഇപ്പം ആ കത്തിനകത്ത് ഫോണൊന്നും ഇല്ലല്ലോ, കത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മറ്റന്നാൾ കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ ആച്ചരി ചൂടാമണി നാടക മത്സരമാണ്, പ്രൊഫഷണൽ നാടക മത്സരമാണ്. അതിനകത്ത് ആ റോള് വൃന്ദയുടെ ക്യാരക്ടർ സീമ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പം ഇവിടെ ഇത് ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഇതാണ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സീമ ഒന്ന് വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നാടകത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് പോയി, തലേ ദിവസം പോയി ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് ചെയ്തു. പിറ്റേ ദിവസം നാടക മത്സരത്തിനായിട്ട് കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിലോട്ട് കയറുമായിരുന്നു 1 വർഷത്തിന് ശേഷം. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ മാറി. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു നാടകം കാണാൻ. അപ്പം നാടകം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് മോനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. കാരണം സ്റ്റേറ്റ് അവാർഡ് ഞാൻ പ്രതീക്ഷിച്ച വേറെ നാടകങ്ങളുണ്ട്. കന്യാകുമാരിയിലൊരു കടങ്കഥയൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്ത നാടകങ്ങളാണ്. അതിനൊന്നും കിട്ടാതെ പിന്നെ ഇതിനല്ലേ കിട്ടാൻ പോണേന്ന് ഞാൻ പറഞ്ഞു. ഇല്ല മോനെ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് റേഡിയോയൊക്കെ അല്ലേ, അപ്പോൾ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് എനിക്ക്. അമ്മയുടെ നാവ് അന്ന് പൊന്നായ പോലെ ഒരു വർത്തമാനം പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ ജീവിച്ചിരിക്കെ തന്നെ, എൻ്റെ അമ്മ ഉള്ളപ്പോൾ തന്നെ എനിക്ക് അവാർഡ് മേടിക്കാൻ സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. അതെ, വലിയ ഭാഗ്യവും ഒപ്പം തന്നെ അമ്മയ്ക്കും മകൾക്കും അല്ലേ മികച്ച നടിമാർക്കുള്ള അവാർഡ്, രണ്ടുപേർക്കും കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ അതെ ഈ വിക്കിപീഡിയയിൽ കുറേ എൻ്റെ പ്രായം അടക്കം കുറേ ഇതായിട്ടുള്ള തെറ്റുകളാണ് വിക്കിപീഡിയയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ അമച്ചർ നാടക മത്സരത്തിൽ എനിക്ക് അവാർഡ് കിട്ടിയെന്നാണ്. ഞാൻ അങ്ങനെ അമച്ചർ നാടകം ചെയ്തിട്ടേ ഇല്ല. ഈ പ്രൊഫഷണൽ നാടകവും അമച്ചർ നാടകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സാധനമല്ലേ, എന്നിട്ട് പോലും അതിനകത്ത് പറഞ്ഞേക്കുന്നത് അമച്ചർ നാടക മത്സരത്തിലാണ് എനിക്ക് അവാർഡെന്ന്. അങ്ങനെ ഒരു ഭാഗ്യം, അതാണ് ഞാൻ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ ഒരു ധിക്കരിച്ചിട്ടല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അവാർഡ് മേടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ അതെ, അതാണ് നമ്മൾ പറഞ്ഞ പോലെ ചേച്ചി, അതെല്ലാം നിയോഗങ്ങളിലൂടെ നമ്മൾ എത്തിപ്പെടുകയാണ്.